അപ്പൊ നമ്മുടെ ഇലക്ട്രോണിക്സിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് സോളാർ സെല്ല്. ഇതുവരെ നമ്മൾ ഫോട്ടോ ഡയോഡ്സ് കംപ്ലീറ്റ് ഇന്നലെ ഫിനിഷ് ചെയ്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സോളാർ സെൽ എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. സോളാർ സെല്ല് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഫോട്ടോ വോൾട്ടായിക് എഫക്ട്. എന്താണ് ഫോട്ടോ വോൾട്ടായിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ആർക്കെങ്കിലും അറിയോ? അതായത് ഒരു ലൈറ്റ് വന്ന് ഒരു സൺലൈറ്റ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. സൺലൈറ്റ്. ഈ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ വോൾട്ടായിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോ സോളാർ ഫോട്ടോ വോൾട്ടായിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം തന്നെ നമ്മള് ഒരു സോളാർ സെല്ല് യൂസ് ചെയ്തിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട്, സൺലൈറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലൈറ്റ് എനർജിയെ എന്ത് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോ ഇതിപ്പോ നമ്മളിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോളാർ സെല്ല് വർക്ക് ചെയ്യുന്നത് ഒരു ഫോട്ടോ വോൾട്ടായിക് എഫക്ട് വഴിയാണ്. ഓക്കെ. അപ്പൊ സോളാർ സെല്ല് വർക്ക് ചെയ്യുന്നത് ഏതിന്റെ പ്രിൻസിപ്പിളിലാണ്? ഫോട്ടോ വോൾട്ടായിക് എഫക്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സോളാർ സെല്ല്. ഈ സെക്ഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സോളാർ സെല്ല്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, പിന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു സോളാർ സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. എന്താണ്? ഒരു ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് എനർജിയെ എന്ത് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിലാണ്? ഫോട്ടോ എഫക്ട്. അറിയാലോ എന്താണ് ഫോട്ടോ വോൾട്ടായിക് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഈ ഒരു സോളാർ സെല്ലിനെ നമ്മൾ എന്തെന്നും കൂടെ വിളിക്കുന്നു? ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നും കൂടെ വിളിക്കുന്നു. അപ്പൊ സോളാർ സെല്ലിന്റെ ഓൾട്ടർനേറ്റീവ് നെയിം എന്താണ്? ഫോട്ടോ വോൾട്ടായിക് സെൽ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് എന്ത് ഡിവൈസ് ആണ്? ഒരു ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഓക്കെ. ഇനി നമ്മൾ നോർമലി പറയുന്ന പോലെ ഇത് എന്താണ്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ്. അതുപോലെ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സീറോ ബയാസിലായിരിക്കുമ്പോഴായിരിക്കും ഇത് എന്ത് ചെയ്യുക? വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സീറോ ബയാസിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മളിവിടെ ഈ ഒരു സോളാർ സെല്ലിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് പറയും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ഈ ഒരു സീറോ ബയാസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരു സോളാർ സെല്ലിന്റെ ഒരു ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ലൈറ്റ് എനർജി ഇലക്ട്രിക് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നു? ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ആണ് പറയുന്നത്. നമ്മൾ ഫോട്ടോ ഡയോഡിന്റെ, അതുപോലെ പിൻ ഡയോഡിന്റെ, PN ഡയോഡിന്റെ, അതുപോലെ അവലാഞ്ചി ഫോട്ടോ ഡയോഡിന്റെ ഒക്കെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ അതിൽ നിന്ന് വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ ആർക്കുള്ളൂ? നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിനും ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഒരു സോളാർ സെല്ല് അതിന് മെയിൻ ആയിട്ട് എന്തുണ്ട്? ഒരു പി ടൈപ്പ്, അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഈ രണ്ട് പി ടൈപ്പും എൻ ടൈപ്പും എന്താണ്? ഹെവിലി ഡോപ്ഡ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ബാക്കി ഫോട്ടോ ഡയോഡ്സിന്റെ കേസിൽ. അപ്പൊ ഇത് ഹെവിലി ഡോപ്ഡ് ആണ്. കാരണം എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ. അപ്പൊ ഇതൊരു പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഈ രണ്ട് സെമി കണ്ടക്ടേഴ്സും, പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ഹെവിലി ഡോപ്ഡ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം ചാർജ് കാരിയേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതില് ഈ ഒരു എൻ ടൈപ്പ് റീജിയൻ ഇല്ലേ, ഇതിന്റെ
തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയാ സോളാർ സെല്ലിൽ വന്ന് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യും. ഈ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് ആയിട്ട് ഒപ്റ്റിക്കൽ പവർ ലോസ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തിക്നെസ് വളരെയധികം കുറച്ചിരിക്കുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ പവർ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ സർഫസ് ഏരിയ മാക്സിമം എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ തിക്നെസ് നമ്മൾ മാക്സിമം കുറച്ചിരിക്കുന്നത്. അപ്പൊ ഈ എൻ ടൈപ്പ് റീജിയൻ എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ് വളരെ കുറവാണ്. വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? അതിന്റെ കാരണം എന്തായിരുന്നു? ഒപ്റ്റിക്കൽ പവർ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ ഒരു എൻ ടൈപ്പ് റീജിയനും പി ടൈപ്പ് റീജിയനും രണ്ട് മെറ്റാലിക് കോണ്ടാക്ട് വഴി, കണ്ടോ, ഈ രണ്ട് മെറ്റാലിക് കോണ്ടാക്ട് വഴിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. രണ്ട് മെറ്റാലിക് കോണ്ടാക്ട് വഴി അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു രണ്ട് മെറ്റൽ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഈ ഗ്ലാസ് പ്ലേറ്റിലൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിലോട്ട് എന്ത് എൻ്റർ ചെയ്യുന്നത്, ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. ഇനി നമുക്കിതിന്റെ വർക്കിംഗ് പറയാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു, കൺസ്ട്രക്ഷൻ ഒന്നും കൂടെ പറയാം. ഒരു സോളാർ സെല്ല് പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടായിരിക്കും. അതിന്റെ പി ടൈപ്പ് റീജിയനും എൻ ടൈപ്പ് റീജിയനും ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു എൻ ടൈപ്പ് റീജിയൻ എന്ന് പറയുന്നത് വളരെ അതിന്റെ തിക്നെസ് കുറവാണ്. കാരണം നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിലോട്ട് ലൈറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ പവർ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ തിക്നെസ് വളരെ കുറച്ചിരിക്കുന്നത്. ഇനി ഈ രണ്ട് സെമി കണ്ടക്ടേഴ്സിന്റെയും രണ്ട് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് സെമി കണ്ടക്ടേഴ്സിനെയും നമ്മൾ മെറ്റാലിക് കോണ്ടാക്ട് വഴി അവരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഗ്ലാസ് മെറ്റൽ വഴി, ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് വഴി ആയിരിക്കും നമ്മുടെ ലൈറ്റ് എന്ത് ചെയ്യുക, ഈ ഒരു സോളാർ സെല്ലിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ, ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന ലൈറ്റിൽ ഒരുപാട് ഫോട്ടോൺ ഓഫ് എനർജി ഉണ്ടായിരിക്കുമല്ലോ. ഫോട്ടോൺ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? hν ആണ്. അറിയാലോ എല്ലാവർക്കും. ഫോട്ടോൺ ഓഫ് എനർജി എന്താണ്? hν. അപ്പൊ ഈ hν എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Eg ആണെങ്കിൽ, ബാൻഡ്വിഡ്ത്തിന്റെ എനർജിയേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയനിൽ ജനറേറ്റ് ചെയ്യും. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ദിസ് ഈസ് ദി നെസസറി കണ്ടീഷൻ ഫോർ ഫോട്ടോവോൾട്ടായിക് എഫക്ട്. അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോളാർ സെല്ലിലെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുന്നേ? ഈ ലൈറ്റിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു ഫോട്ടോൺ ഓഫ് എനർജി ഉണ്ടായിരിക്കും. ആ ഫോട്ടോൺ ഓഫ് എനർജി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Eg ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഡിപ്ലീഷൻ റീജിയനിൽ വെച്ചിട്ട് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിനെ പിരിക്കുന്നത് എവിടെയാ? ഡിപ്ലീഷൻ റീജിയനിലാണെന്ന് അറിയാലോ. ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഇവയ്ക്ക് എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം അവയ്ക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ചാർജുകളും സെപ്പറേറ്റ് ആവുന്നു. ഓക്കെ, രണ്ട് ചാർജുകളും സെപ്പറേറ്റ് ആവുന്നു. ഇതിലെ ഇലക്ട്രോൺസ് എൻ ടൈപ്പ് റീജിയനിലോട്ടും ഹോൾസ് പി ടൈപ്പ് റീജിയനിലോട്ടും എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. ഇങ്ങനെ ഈ ഒരു ചാർജ് സെപ്പറേഷൻ കാരണം നമ്മുടെ ഈ ഒരു മെറ്റാലിക് പ്ലേറ്റിലോട്ട് എന്ത് പോകുന്നു? ചാർജ് പോയി ഡെപ്പോസിറ്റ് ആവുന്നു. ഇനി ഈ മെറ്റാലിക് പ്ലേറ്റ്സിലായിരിക്കും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ വർക്കിംഗ് പറയാം. ഇതിന്റെ വർക്കിംഗ് പറയുന്നത് എന്താണ്? നമ്മൾ ഫോട്ടോ ഡയോഡ്സിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ലൈറ്റ് വന്ന് സോളാർ സെല്ലിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഈ ഗ്ലാസ് ട്യൂബ് വഴി ഈ ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു പി ടൈപ്പ് എൻ ടൈപ്പ് റീജിയനിലോട്ട് എത്തുന്നു.
ദെൻ എന്ത് സംഭവിക്കുന്നു? Hnu എനർജി, ഈ ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റിന്റെ എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Eg ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഡിപ്ലീഷൻ റീജിയനില് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു. ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർസിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒരു ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കുന്നു? ഈ ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആവുന്നു. സെപ്പറേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു? ഹോൾസ് പി ടൈപ്പ് റീജിയനിലോട്ടും ഇലക്ട്രോൺസ് എൻ ടൈപ്പ് റീജിയനിലോട്ടും മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്? അവര് ഈ മെറ്റാലിക് കോണ്ടാക്റ്റില്, അതായത് ഏത് ചാർജസ് ആണ്? ഹോൾസ് ഈ ഒരു മെറ്റാലിക് കോണ്ടാക്ട് റീജിയനിലോട്ടും ഇലക്ട്രോൺസ് ഈ മെറ്റാലിക് കോണ്ടാക്ട് റീജിയനിലോട്ട് എന്ത് ചെയ്യും? എത്തും. അങ്ങനെ അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഓഫ് സോളാർ സെൽ എന്ന് പറയുന്നത് ഇതാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ. അതായത് ഇതാണ് നമ്മുടെ ഒരു സോളാർ സെല്ലിന്റെ സ്ട്രക്ചർ. ഓക്കെ. അപ്പൊ ഒരു ഫോട്ടോൺ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിൽ വന്ന് ഹിറ്റ് ചെയ്യും. അങ്ങനെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ട്യൂബ് വഴി അവർ എങ്ങോട്ട് എത്തും? നമ്മുടെ ഈ ഒരു എൻ ടൈപ്പ് റീജിയനിലോട്ട് എത്തും. ഈ എൻ ടൈപ്പ് റീജിയനിൽ നിന്ന് ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ടല്ലോ. ഈ PN ജംഗ്ഷനിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടായിരിക്കും. ആ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്ലീഷൻ ലെയറിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഫോട്ടോണിന്റെ എനർജി എന്താ? Hnu അല്ലേ? ആ Hnu എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Eg ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജംഗ്ഷനിൽ എന്ത് ഫോം ചെയ്യുന്നു? ഡിപ്ലീഷൻ ലെയറിൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നു. അറിയാലോ, ഇലക്ട്രോൺ ഹോൾ പെയർസ് ഇപ്പൊ ജനറേറ്റ് ചെയ്തില്ലേ ഡിപ്ലീഷൻ ലെയറിൽ. ഇനി ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർസിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ. ഈ ഒരു ഫോഴ്സ് കാരണം നമ്മുടെ ഇലക്ട്രോൺ ഹോൾ പെയർ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? എൻ ടൈപ്പ് റീജിയനിലോട്ടും, എന്നിട്ട് അത് ഈ മെറ്റാലിക് കോണ്ടാക്റ്റിലോട്ട് പോവും, അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ സർഫസിലോട്ട് പോവും. ഇനി ഹോൾസ് എന്ത് ചെയ്യും? പി ടൈപ്പ് റീജിയനിലോട്ട് വരും, എന്നിട്ട് ഈ ഒരു മെറ്റാലിക് റീജിയനിലോട്ട് വരും. ഈ രണ്ട് മെറ്റൽസിൽ എന്നിട്ട് എന്ത് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മള് ലൈറ്റിനെ ഇപ്പൊ ഇലക്ട്രിക് കറണ്ട് ആക്കിയിട്ട് മാറ്റിയില്ലേ? ഇതാണ് ഇതിന്റെ വർക്കിംഗ്. മനസ്സിലായോ? ഇനി പറയണോ? വേണ്ട മിസ്സേ. ഓക്കെ ആണോ? ഫ്ലോ ചാർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയി പറഞ്ഞൂടെ? ലൈറ്റ് വന്ന് സോളാർ സെല്ലിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. സോളാർ സെല്ലിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? എൻ ടൈപ്പ് റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ PN ജംഗ്ഷനിൽ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നു. ഡിപ്ലീഷൻ ലെയറിൽ എന്തുണ്ടാവുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഹോൾ പെയർ ഫോം ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഹോൾ പെയറിൽ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോഴ്സ് കാരണം നമ്മുടെ ഇലക്ട്രോൺ ഹോൾ പെയർ സെപ്പറേറ്റ് ആവുന്നു. സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ടൈപ്പും ഹോൾസ് പി ടൈപ്പിലേക്ക് പോകുന്നു. അങ്ങനെ മെറ്റൽസിൽ ഈ ഒരു മെറ്റാലിക് കോണ്ടാക്റ്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഡയോഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഡയോഡ്സും ഈ ഒരു സോളാർ സെല്ലും എല്ലാം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാത്തിന്റെയും വർക്കിങ്ങും കാര്യങ്ങളെല്ലാം സിമിലർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ എ സോളാർ സെൽ the light energy converted into electrical energy by the diffusion of the charge carriers. അല്ലേ? ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്തത് എപ്പോഴാ? ഈ ഒരു ചാർജ് കാരിയേഴ്സിന് ഡിഫ്യൂഷൻ സംഭവിച്ച കാരണല്ലേ? എൻ ടൈപ്പ് റീജിയനിലോട്ടും പി ടൈപ്പ് റീജിയനിലോട്ടും പോയ കാരണല്ലേ? ഇനി അത്തരത്തില്
ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് സംഭവിച്ചിട്ട് ഒരു ഫോട്ടോ EMF ആയിരിക്കും ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫോട്ടോ EMF ആണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക് കറണ്ട് ആക്കിയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ഫോട്ടോ കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? I എന്ന് പറയുന്നത്. ഇവിടെയുള്ള I എന്ന് പറയുന്നത് ഏരിയ അവൈലബിൾ ഫോർ ലൈറ്റ് ക്യാപ്ചറിങ്ങിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന റീജിയൻ ഇല്ലേ, അതിന്റെ ഏരിയക്ക് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫോട്ടോ കറണ്ട് I എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏതിനൊക്കെ? ഏരിയ ഫോർ ലൈറ്റ് ക്യാപ്ചറിങ്ങും അതുപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലെ? ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമ്മുടെ ഈ ഒരു സോളാർ സെൽസ് ഇല്ലേ, ഈ സോളാർ സെൽസ് നമ്മള് ചില ആൾക്കാരുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലത് സീരീസ് ആയിട്ടും ചിലത് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അത് ലൈറ്റിന്റെ ആ ഒരു എന്താ പറയാ, സൂര്യന്റെ ലൈറ്റ്, സൺലൈറ്റ് എങ്ങനെ വരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഒരു സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും ഒക്കെ ആക്കിയിട്ട് വെക്കാം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്തെന്ന് വിളിക്കുന്നത്? സോളാർ പാനൽസ് എന്ന് വിളിക്കുന്നത്. കണ്ടിട്ടില്ലേ സോളാർ പാനൽസ്? ഓക്കെ, അപ്പൊ ഈ ഒരു സോളാർ പാനൽസിന് എന്തിനുള്ള ഒരു എബിലിറ്റി ഉണ്ട്? ലാർജ് എമൗണ്ട് ഓഫ് പവേഴ്സിനെ ജനറേറ്റ് ചെയ്യിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പറഞ്ഞോട്ടെ VI ക്യാരക്ടറിസ്റ്റിക്സ്. നോക്കിക്കേ, VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളാർ സെല്ല്. അതായത് നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിന്റെ വാല്യൂസ് എപ്പോഴും 0 ബയാസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിൽ നിന്നായിരിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോവസ്റ്റ് വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂസ് എന്തായിരിക്കും? ആദ്യം ലീനിയർ ആയിരിക്കും. പിന്നെ വാല്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ച് അനുസരിച്ച് അത് എന്ത് ചെയ്യും? കുറഞ്ഞു 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 വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സോളാർ സെല്ലിന്റെ വോൾട്ടേജ് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എപ്പോ? ഈ ഒരു 0 എന്ന് പറയുന്ന ബയാസില്. The voltage of solar cell increases, the current will decreases gradually until reach point 0. അതായത് കറണ്ട് 0 ആവുമ്പോ അവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യും? സോളാർ സെല്ലിന്റെ ഇൻക്രീസ് ചെയ്യും. ഇനി വോൾട്ടേജ് 0 ആവുമ്പോ നമ്മുടെ കറണ്ട് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് ഈ ഒരു സോളാർ സെല്ലിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് മെയിൻ ആയിട്ട് 3 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടുക. ഒന്ന് ISC, VOC, ദെൻ എഫിഷ്യൻസി ഓഫ് ദി സോളാർ സെല്ല്. ISC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അതായത് മാക്സിമം എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് ഈ ഒരു സോളാർ സെല്ലിൽ നിന്ന് കിട്ടും. എപ്പോ? അവിടുത്തെ വോൾട്ടേജ് 0 ആവുമ്പോ. അതായത് 0 വോൾട്ടേജില് നമുക്ക് കിട്ടുന്ന മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ISC എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ, ഇപ്പൊ 0 വോൾട്ടേജ് അല്ലേ? ഇപ്പൊ 0 വോൾട്ടേജ് ആണ്. ഈ 0 വോൾട്ടേജിൽ നമുക്ക് കിട്ടിയ മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ISC അഥവാ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ VOC എന്തായിരിക്കും? VOC എന്തായിരിക്കും? കറണ്ട് 0 ആയിരിക്കുമ്പോൾ കറണ്ട് 0 ആവുമ്പോ, കറണ്ട് 0 ആവുമ്പോ മാക്സിമം കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? VOC എന്ന് പറയുന്നത്. കാരണം എക്സ് ആക്സിസിൽ നമ്മള് വോൾട്ടേജും വൈ ആക്സിസിൽ നമ്മള് കറണ്ടും ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? സോ കറണ്ട് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാക്സിമം വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നും, വോൾട്ടേജ് 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് കിട്ടുന്നു. ആ റീജിയനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
It is the ratio of electrical energy to the light energy gained by the solar cell. അതായത് ഒരു സോളാർ സെല്ലില് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്തു, അതുപോലെ ഒരു സോളാർ സെല്ലില് എത്രത്തോളം ലൈറ്റ് എനർജി ഗെയിൻ ചെയ്തു എന്നതിന്റെ റേഷ്യോവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഒരു സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി എപ്പോഴും ഒരു 20 to 30% മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഈ ഒരു 20 to 30% നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ഈ ഒരു എന്താ പറയാ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ KICB ഒക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി പോകുന്നത് എങ്ങോട്ടാ, KICB-ലോട്ട് തന്നെയല്ലേ തിരിച്ചു പോകുന്നത്. അപ്പോ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്, 20 to 30% വരെയാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ സോളാർ സെൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്, നാനോ തിൻ ഫിലിംസ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ സോളാർ സെൽസിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്, കാഡ്മിയാണ്. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇതിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യിക്കുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്. ഇനി സോളാർ സെല്ലിന്റെ അഡ്വാൻറ്റേജസും കൂടിയാണ് നമുക്ക് ആകെ പറയാനുള്ളത്. ഈ സോളാർ സെല്ലിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടോ, അതായത് എന്തെങ്കിലും പ്രകൃതിക്ക് വല്ല എന്തെങ്കിലും നമുക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ, ഇല്ല. അതെന്താണ്, 100% എക്കോ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ്, ക്ലിയർ ആൻഡ് സസ്റ്റൈനബിൾ എനർജി ആണ്. അതുപോലെ തെർമൽ പ്ലാന്റ്സിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് കോസ്റ്റ് എന്താണ്, കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു സോളാർ സെല്ല് നമ്മൾ ഇന്ന് എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സാറ്റലൈറ്റ്സ് അതുപോലെ സ്പേസ് വെഹിക്കിൾസിലൊക്കെ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു സോളാർ സെല്ലാണ്. ഇപ്പൊ നമ്മുടെ ചന്ദ്രയാൻ 2-ലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ ഒരു സോളാർ സെല്ലുകളാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ വാച്ചസ്, അതുപോലെ ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാത്തിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്ന് സോളാർ സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പവർ സപ്ലൈക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സോളാർ സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ വീട്ടില് മിക്ക വീടുകളിലുള്ള വാട്ടർ പമ്പ്സ്, സോളാർ വാട്ടർ പമ്പ്സ്, അതുപോലെ സോളാർ വാട്ടർ ഹീറ്റേഴ്സ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, നമ്മുടെ ഈ ഒരു സോളാർസ് വെച്ചിട്ടാണ്. അപ്പൊ ഇതെല്ലാം ആണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സോളാർ സെൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അത്യാവശ്യം ഒരു വാസ്റ്റായ ഏരിയ ആണ്, നമ്മളത് ഷോർട്ടാക്കി മാക്സിമം എടുത്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ, സിമ്പിൾ അല്ലേ? ഇനി പറയണോ, വേണ്ട, ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല മിസ്സേ. ഫോട്ടോ ഡയോഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഫോട്ടോ ഡയോഡ്സ് കണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇങ്ങനെ ഈ PPT വെച്ച് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? ചെറുതായിട്ട് വേഗം വായിക്കുമ്പോഴും മിസ് പറയുന്നത്, പിന്നെ വീഡിയോസ് ഉണ്ടല്ലോ, അപ്പൊ അത് കാണുമ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ടോപ്പിക് ഇങ്ങനെ തരുന്നോണ്ട് നല്ല എളുപ്പമാണ്. പക്ഷെ ഫോട്ടോ ഡയോഡിൽ എനിക്ക് തോന്നി ഇത്തിരി ക്ലിയർ കുറവുണ്ടോന്ന് തോന്നി, അതായത് വീഡിയോസില്. പക്ഷെ നോട്ട് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ചില സമയത്തുള്ള വീഡിയോന്റെ ഇഷ്യൂ ആയിരിക്കും. ഇഷ്യൂ ആയിരിക്കും. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. നമുക്കത് അപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിലും വേറൊരു സമയത്ത്, വേറെ അധികം വൈകാതെ തന്നെ നമ്മൾ അതിന് റിപ്ലൈ തന്നിരിക്കും കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.